നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ 12 ഭാവങ്ങളിലായി ചൊവ്വ നിന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ശരീരത്തിൽ മുറിവോ വ്രണമോ ഉണ്ടാകും. ഏത് കാര്യങ്ങളിൽ ഇടപെട്ടാലും തടസ്സമുണ്ടാകും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ക്ലേശം അനുഭവിക്കുകയും തല, കണ്ണ് എന്നീ അവയവങ്ങളിൽ രോഗമുണ്ടാകുകയും ചെയ്യും. മേടം, ചിങ്ങം, ധനു ഈ രാശികൾ ലഗ്നമാകുകയും അവിടെ ചൊവ്വ നിൽക്കുകയും ഒരു ബന്ധുഗ്രഹം വീക്ഷിക്കുകയും ചെയ്താൽ രാജയോഗമാണ്. വൃശ്ചികം, മേടം രാശികളിൽ ലഗ്നമായി ചൊവ്വ നിന്നാൽ പൂർവ്വസ്വത്താൽ സമ്പന്നമാകും. ഇടവമോ തുലാമോ ലഗ്നമായി ചൊവ്വ നിന്നാൽ ജാതകൻ സ്ത്രീസക്തനാകും. 2-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ ശത്രുക്കളെ ജയിക്കുവാൻ സാമർഥ്യനാണെങ്കിലും കുടുംബസുഖം ഉണ്ടാകില്ല. മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും അതൊന്നും അനുഭവയോഗമാകില്ല. 2-ലെ ചൊവ്വ ഭാഗ്യദോഷിയാണ്. എത്ര ധനമുണ്ടായാലും അനുഭവയോഗം ഉണ്ടാകില്ല. വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനാവില്ല. ചൊവ്വ തനിച്ചോ പാപനോട് ചേർന്നോ നിന്നാലും 2 ഭാര്യമാരുണ്ടാകും. 3-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ സുഖവും സമ്പത്തുമുണ്ടാകും. അസുഖങ്ങൾ ഉണ്ടാകില്ല. പരാക്രമണശാലിയായിരിക്കും. മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവനുമായിരിക്കും. ദീർഘായുസുള്ളവനുമായി ഭവിക്കും. 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ സ്ത്രീകൾക്ക് അധീനനായിരിക്കും. മനക്ലേശം വിട്ടുമാറുകയില്ല. മാതൃസുഖം, സമ്പത്ത്, ബന്ധുക്കളിൽ നിന്നും സുഖം എന്നിവയുണ്ടാകില്ല. ചൊവ്വയ്ക്ക് സ്ഥാനബലമുണ്ടെങ്കിൽ സർക്കാർ ജോലി ലഭിക്കും. 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ എപ്പോഴും മനക്ലേശം അനുഭവിക്കപ്പെടുന്നതാണ്. ഭരണകാര്യങ്ങളിൽ ശേഷിയും കോപവും ഉണ്ടാകും. പുത്രഭാഗ്യം, സുഖം, ധനം ഇവ കുറയും. ഭാര്യയ്ക്ക് ഗർഭമലസൽ ഉണ്ടാകും. അധർമ്മിയും അസൂയയുള്ളവനുമായിരിക്കും. 6-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചവൻ ആരെയും വകവയ്ക്കാത്തവനും ഭയമില്ലാത്തവനുമായിരിക്കും. ശരീരത്തിൽ മുറിവിൻ്റെയോ വ്രണത്തിൻ്റെയോ അടയാളമുണ്ടായിരിക്കും. പൂർവ്വസ്വത്തുക്കളൊന്നും ലഭിക്കുകയില്ല. കീർത്തിയും പ്രഭുത്വവും ലഭിക്കുന്നതാണ്. 7-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ വിവാഹത്തിന് താമസ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരും കച്ചവട വാസനയുള്ളവനും കലഹപ്രിയനുമായിരിക്കും. പുരുഷജാതകത്തിൽ 7-ൽ ചൊവ്വ നിന്നാൽ വിവാഹകാര്യങ്ങളിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുകയും സ്ത്രീജാതകത്തിൽ 7-ലോ 8-ലോ ആണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വിവാഹശേഷം പല വിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ആണെങ്കിൽ നല്ല വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കും. 8-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ബന്ധുക്കൾ ശത്രുക്കളായി തീരും. സ്വന്തക്കാരും സുഹൃത്തുക്കളും വഞ്ചിക്കും. ആയുസ് കുറവുള്ളവനും രോഗിയും ധനമില്ലാത്തവനുമാകും. ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ ദോഷം ഉണ്ടാകുകയില്ല. സ്ത്രീജാതകത്തിൽ 8-ൽ ചൊവ്വ നിന്നാൽ പല വിധേനയുള്ള ക്ലേശങ്ങൾ വിവാഹ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ ചൊവ്വ 7-ാം ഭാവാധിപനോ 8-ാം ഭാവാധിപനോ ആണെങ്കിൽ ദീർഘമംഗല്യ ലക്ഷണമാണ് ഫലം. സ്ത്രീജാതകത്തിലെ 8-ലെ ചൊവ്വയോടൊപ്പം കേതു കൂടി നിന്നാൽ വിവാഹം നടക്കില്ല. 9-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധിയുണ്ടാകും. പിതാവിന് ഹാനി വരുത്തുന്നതാണ്. ഭാര്യയുടെ മൂത്ത സഹോദരന് ദോഷമായിരിക്കും. ഭാര്യയുടെ സഹോദരന് മരണം വരെ ഉണ്ടാക്കുവാൻ സാധ്യത കൂടുതലാണ്. ജാതകന് സഹോദര സഹായം കുറഞ്ഞിരിക്കുന്നതാണ്. പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഫലം കിട്ടില്ല. ഈ ചൊവ്വ സ്വക്ഷേത്രത്തിൽ ബലവാനായാൽ സർക്കാർ തലത്തിൽ ഉയർന്ന ഉദ്യോഗം ലഭിക്കും. വ്യവഹാരത്തിലൂടെ ഭൂമി ലഭിക്കുന്നതാണ്. 10-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേടുന്നതാണ്. എവിടെയും വിജയം നേടും. കാര്യപ്രാപ്തിയും ആജ്ഞാശക്തിയും ഉണ്ടാകും. ധനവും പ്രതാപവും നേടും. പോലീസ്, പട്ടാളം, നീതിന്യായം എന്നീ മേഖലകളിൽ ജോലി ലഭിക്കുന്നതിനാണ് സാധ്യത കൂടുതൽ. ഭൂമി ലാഭം, വ്യവഹാര വിജയം എന്നിവയും ഉണ്ടാകുന്നതാണ്. 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സുഖിമാനും ദീർഘായുസുള്ളവനുമായിരിക്കും. പുത്രന്മാരും ധനവും ഐശ്വര്യവും ഉണ്ടാകും. പക്ഷേ പുത്രന്മാർക്ക് ആവശ്യമുള്ളതൊന്നും കൊടുക്കാതെ അവരെ സങ്കടപ്പെടുത്തുന്നതാണ്. 12-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ
ഭാര്യയുടെ മരണം അനുഭവിക്കേണ്ടി വരും. ഇവർക്ക് നേത്രരോഗവും അലസതയും ഉണ്ടാകും. ദ്രവ്യനഷ്ടം സംഭവിക്കും. രോഗിയും പിശുക്കനുമായിരിക്കും. അന്യദേശത്ത് താമസിക്കും. ചൊവ്വ ശനിയോട് ചേർന്ന് നിന്നാൽ ജയിൽവാസം ഉണ്ടാകും. എന്നാൽ ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ കർക്കിടകത്തിൽ നീചഭംഗം ചെയ്തോ നിന്നാൽ ദോഷഫലം ഉണ്ടാകുകയില്ല.